പല ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലും കുടിയേറിപ്പാർത്ത ഗോവയിൽ നിന്നും പലായനം ചെയ്തെത്തിയ ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണർ ചേക്കേറിയ ഇടങ്ങളിലെല്ലാം അമ്പലങ്ങളും അതേപോലെ ആരാധനാലയങ്ങളും സ്ഥാപിച്ചു. ഇവയ്ക്ക് ആധ്യാത്മികവും ധാർമ്മികവുമായ മഹത്വത്തിനു പോലെ തന്നെ സാമൂഹികവുമായ മഹത്വം ഉണ്ടെന്ന വിശ്വാസം കൂട്ടിപ്പിടിച്ച് ഞങ്ങളുടെ സമാജത്തിലുള്ളവരെ ഒന്നിപ്പിക്കാനും സാമൂഹികമായ സംസ്കാരം വളർത്തിയെടുക്കാനും ലക്ഷ്യമിട്ട് ഞങ്ങളുടെ മുതിർന്നവർ 1974 തുടങ്ങിയ സംയുക്ത ഗൗഡസാരസ്വത് സഭ ഇന്ന് ഗോൾഡൻ ജൂബിലിയുടെ നിറവിൽ എത്തി നിൽക്കുകയാണ്. ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ ശ്രീ സുരേന്ദ്രാവ് നഗറിലെ ശ്രീ വാമൻ ഭട്ട് വേദികയിൽ എത്തിച്ചേർന്ന ഏവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടി ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. മഹാകായ സൂര്യകോടി സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ.
this was a welcome song presented by 2 generations of our Sabha members, and we are proud to say there were 50 of them who joined hands to put effort and organize such a beautiful concept. Honorable Governor Sri Sridharan Pilla sir has arrived here consenting to our invitation. Sir, we have an audio-visual presentation for you regarding the history of our community in Calicut. ബ്രഹ്മവർത്തഭൂമി, പരമപവിത്രവും പരിപാവനവും ശാന്തിസ്ഥലിയുമായ ഫലഭൂയിഷ്ഠഭൂമി. സരസ്വതി നദിക്കും ദ്രസ്വദ്വതി നദിക്കും മധ്യയായിരുന്നു ആ ഭൂതകാലത്തിന്റെ വിശാല വിസ്തൃതി. ചതുർവേദങ്ങളിലെ പ്രഥമ സ്ഥാനമലങ്കരിക്കുന്ന ഋഗ്വേദ സൂക്തങ്ങളിൽ സരസ്വതി എന്നും ഒരു മന്ത്രമായി ഒഴുകുന്നുണ്ട്, മന്ദമായി ഒഴുകുന്നുണ്ട്. ആ നദീതടങ്ങളിലായിരുന്നു സാരസ്വത് ബ്രാഹ്മണ സമൂഹങ്ങളുടെ സാംസ്കാരിക പിറവി. സപ്തസിന്ധുക്കളിലൊന്നായ സരസ്വതി നദി ഹിമവൽ ശൃംഖങ്ങളിൽ നിന്നും ഉറവ കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിലൂടെയും രജപുത്ര ദേശങ്ങളിലൂടെയും അനസ്യൂതമൊഴുകി ദ്വാരകയ്ക്കരികിൽ വെച്ച് അറേബ്യൻ സമുദ്രത്തിൽ നിപതിക്കുന്നു. സരസ്വതിയുടെ നദീതട സംസ്കാരം പേറുന്നതുകൊണ്ടോ മഹോന്നതനായ സരസ്വത് മുനിയുടെ നാമാക്ഷരങ്ങൾ കൊണ്ടോ ആയിരിക്കാം സാരസ്വത് ബ്രാഹ്മണ സമൂഹങ്ങൾക്ക് ആ പേരും പദവിയും കൈവരാൻ കാരണം. കാലങ്ങൾക്ക് മുൻപേ സരസ്വതി നദി ഭൂമിക്കടിയിൽ അപ്രത്യക്ഷയായി. തീരവാസികളായ സാരസ്വത് ബ്രാഹ്മണർ മറ്റിടങ്ങളിലേക്ക് കുടിയേറാനും തുടങ്ങി. ഇന്നറിയപ്പെടുന്ന ബീഹാറിലേക്കും ബംഗാളിലേക്കും ആദ്യകാല കുടിയേറ്റങ്ങൾ. ഗൗഡദേശിൽ നിന്നുള്ള ദേശാടനക്കാരായതിനാൽ വടക്കന്മാർ എന്നർത്ഥം വരുന്ന ഗൗഡ് എന്ന നാമം ആ ജനസമൂഹത്തിനുമേൽ ചാർത്തിക്കിട്ടുകയും കാലാന്തരേണ അവർ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ എന്നറിയപ്പെടുകയും ചെയ്തു. ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹത്തിന്റെ അധിവാസ ഭൂമിയായിരുന്നു പടിഞ്ഞാറൻ ഗോമന്തക് അഥവാ പടിഞ്ഞാറൻ ഗോവയിലെ ബർദേശ്, തിസ്വാതി, ശഷട്ടി താലൂക്കുകൾ. ക്ഷേത്രധ്വംസനങ്ങൾ തുടർക്കഥയായിരുന്ന അക്കാലത്ത് സ്വന്തം വിശ്വാസ സംസ്കാരങ്ങളെ കാത്തുരക്ഷിക്കുന്നതിനായി ഗോവയിൽ നിന്നും പലായനം ചെയ്യപ്പെടുകയായിരുന്നു ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹം. ആ പലായനത്തിന്റെ അവശേഷിപ്പുകളായി ഭാരതത്തിന്റെ പലയിടങ്ങളിലും അവർ വേരുപിടിച്ചതിനോടൊപ്പം ഇങ്ങ് പഴയകാല മലബാറിലും തിരുക്കൊച്ചി സംസ്ഥാനങ്ങളിലും അഭയാർത്ഥികളായി എത്തപ്പെട്ടു. അക്കാലത്ത് സത്യത്തിന്റെ നഗരമെന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട് ഒരു വാണിജ്യ നഗരി കൂടിയായിരുന്നു. അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും അലക്സാൻഡ്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, വെനീസ്, ചൈന, ജാവ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം എണ്ണമറ്റ കച്ചവടക്കാർ കോഴിക്കോട്ട് കപ്പലിറങ്ങിയിരുന്നു. ഏതാണ്ട് AD 1560 കൂടിയാണ് ഗോവയിൽ നിന്നും ഗൗഡ സാരസ്വത ബ്രാഹ്മണർ കോഴിക്കോട്ടെത്തുന്നത്. എന്നാൽ സാമൂതിരി രാജാവിന്റെ നിസ്സഹകരണം കാരണം അവർക്കിവിടെ സുരക്ഷിതരാവാൻ കഴിയാതെ വന്നു. തുടർന്ന് 1792 ബ്രിട്ടന്റെ അധിനിവേശത്തെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം തുടക്കമിട്ടതിനു ശേഷമായിരിക്കാം മലബാറിന്റെ മണ്ണായ കോഴിക്കോട്ട് ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹം വാസമുറപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് മുമ്പ് പാലായനം ചെയ്യേണ്ടി വന്ന അപൂർവം ചില സമുദായങ്ങളിൽപ്പെട്ടവരാണ് ഞങ്ങൾ. കാരണം മതപരിവർത്തനം നിർബന്ധമായി മതപരിവർത്തനം വന്നപ്പോൾ ഗോവയിൽ നിന്നും കയ്യിൽ കിട്ടിയ തോണി, ബോട്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ വെസ്റ്റ് കോസ്റ്റിൽ വന്ന് എത്തിപ്പെട്ട ഞങ്ങളെ സംബന്ധിച്ച് കോഴിക്കോട് ഞങ്ങൾക്കൊരു താവളമായിട്ട് അന്ന് നാട് ഭരിച്ചിരുന്ന സാമൂതിരി സമ്മതിച്ചില്ല. കാരണം എന്താ വെച്ചാൽ സാമൂതിരി പോർച്ചുഗീസുകാരായിട്ട് വളരെ അടുപ്പമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പേര് കൊച്ചി, ചേർത്തല, കൊല്ലം ആ ഭാഗത്തേക്ക് പോയി. കുറേ പേര് കണ്ണൂർ, തലശ്ശേരി, മംഗലാപുരം ആ ഭാഗത്തേക്ക് പോയി.
അപ്പോൾ ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നു ചേർന്നുകൊണ്ടാണ് ഞങ്ങൾക്കെല്ലാം ഇങ്ങോട്ട് വരേണ്ടത്. പക്ഷേ ഞങ്ങളുടെ പൂർവികർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ ഭാവി കെട്ടിപ്പടുത്തത്. കാരണം ഒന്നുമില്ലാതെ, കയ്യിലൊന്നുമില്ലാതെ ഓടിപ്പോകുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി നമ്മുടെ ഭാഷയും നമ്മുടെ കൾച്ചറും ട്രഡീഷനും എല്ലാം ഇന്നേ വരെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ ടോട്ടലായിട്ട് എവിടെ താമസിക്കുന്ന ആ സമൂഹമായിട്ട് നമ്മൾ മെർജ് ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ച് മലയാളികളായി നമ്മളൊക്കെ ഒരു ശരിക്കും ഒരു മലയാളിയായിട്ട് തന്നെ ജീവിക്കുന്നത്. അതേസമയം ഞങ്ങൾ വീട്ടിലാവുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷയും ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ഞങ്ങളുടെ ആരാധനാ രീതികളും ട്രഡീഷൻസും ഒക്കെ ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അതേ നിലയിൽ തന്നെ തുടരുന്നു. ഭാരതത്തിലെ 108 തളിയിൽപ്പെട്ട ഒരിടമാണ് കോഴിക്കോട്ടെ ചാലപ്പുറം തളിയും. അവിടുത്തെ സ്വർഗമഠത്തിൽ ഒരു കിണി കുടുംബവും റെയിൽവേ സ്റ്റേഷനു സമീപമുള്ള കമ്മത്തി മഠത്തിൽ മറ്റൊരു കമ്മത്ത് കുടുംബവും പ്രാരംഭ താമസത്തിനു തുടക്കമിട്ടു. ഈ കുടുംബങ്ങളുടെ പിൻഗാമികളായി പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥനും ബഹുഭാഷാ പണ്ഡിതനുമായ ഇല്ലസ്ട്രിയസ് മഞ്ജുനാഥ കാമത്തും കെ ദാസ് നായിക്, ഹരിനായിക്, മുകുന്ദപായ്, കെ ഗോവിന്ദപ്രഭു തുടങ്ങിയവരും കുടുംബസമേതം ഇവിടെ താമസക്കാരായി മാറി. ആ വേരൂന്നൽ വിപുലമായൊരു സാമൂഹ്യ ജീവിതത്തിന് നാന്ദി കുറിക്കുന്നതായിരുന്നു. സ്വർഗമഠം ഫാമിലി എന്ന് വെച്ചാൽ വച്ചഗോത്ര കിനി എന്നറിയപ്പെടും. ഞങ്ങളുടെ ഫാമിലിയുടെ ട്രീ നോക്കിയിട്ടുണ്ടെങ്കിൽ മഞ്ചേശ്വരത്തു നിന്നാണ് നമ്മുടെ ഫാമിലീസൊക്കെ പല ഭാഗങ്ങളായിട്ട് പോയിട്ടുള്ളത്. ഇപ്പോഴും മഞ്ചേശ്വരത്ത് കിനി ഫാമിലി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോടും കുമ്പള പിന്നെ ഫോണ്ട ഗോവയിൽ ആയിട്ട് നമ്മൾ ഫാമിലീസ് ഉള്ളത്. കോഴിക്കോട് വരുന്നതിൽ ആദ്യത്തെ വൺ ഓഫ് ദ ഫസ്റ്റ് ഫാമിലിയാണ് സ്വർഗമഠം ഫാമിലി. 1800-കളിൽ എൻ്റെ മുത്തശ്ശൻ്റെ അച്ഛൻ രാമാകിണിയാണ് അന്ന് ബ്രിട്ടീഷർക്ക് വേണ്ടി ഇവിടെ തഹസിൽദാറായി വന്നിരുന്നു. അങ്ങനെയാണ് സാമൂതിരി രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 80-90 സെൻറ്റ് സ്ഥലം വാങ്ങി ഇപ്പം കാണുന്ന 4 കെട്ട് വീടും കുളവും ഒക്കെ വെച്ച് താമസിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് ഇവിടെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും 6ാമത്തെ ജനറേഷനാണ് ഈ ഫാമിലിയിൽ നിന്നുള്ളത്. അന്നത്തെ കാലത്തൊക്കെ വേറൊരു സൗകര്യമില്ലാത്ത സമയത്തൊക്കെ നമ്മളെ കാശി മഠാധിപതികളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ വീടിൻ്റെ മുൻവശത്തുള്ള ഔട്ട് ഹൗസിലാണ് ക്യാമ്പ് ചെയ്യാറുണ്ടായിരുന്നത്. അതേപോലെ ഇവിടുത്തെ കോഴിക്കോട് സമാജത്തിന് വേണ്ടിയിട്ട് ഇവിടെ ശ്മശാനം ഒക്കെ റൺ ചെയ്യുന്നത് ഞങ്ങളുടെ ഭൂമിയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മരുന്നുകളും മലയോര ഉൽപ്പന്നങ്ങളും തുടങ്ങി സ്വർണവും തുണിത്തരങ്ങളും പുസ്തക സാമഗ്രികൾ വരെ കച്ചവടം ചെയ്ത് സമ്പന്നമായൊരു വ്യാപാര ലോകം സൃഷ്ടിച്ചെടുക്കാൻ പതിയെ ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹത്തിന് സാധിച്ചു. മഹോന്നതമായ വാണിജ്യ സംസ്കാരമുള്ള കോഴിക്കോട് നഗരത്തിൽ 1890-ൽ ഗൗഡ സാരസ്വത് ബ്രാഹ്മണർ ആണ് ആദ്യമായി സ്വർണ്ണ വ്യാപാരം ആരംഭിച്ചത്. യു ഹരിനായിക് മേലേപ്പാളയത്ത് ചെറിയ രീതിയിൽ സ്വർണ്ണ വ്യാപാരത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ലക്ഷ്മൺ നായിക് പിന്നീട് വ്യാപാരം ആരംഭിച്ചു. ഹരിനായിക്കിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ എച്ച് വെങ്കടേഷ് നായിക് വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തി. ലക്ഷ്മൺ നായിക്കിൻ്റെ മക്കളായ നാരായൺ നായിക്കും എൽ വി നായിക്കും നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോയി. അതിനുശേഷം 1920 മുതൽ 40 വരെ ഏകദേശം 40ഓളം സ്വർണ്ണ വ്യാപാരികൾ ഗവർണർ സാർത്ത് ബ്രാഹ്മണരായി ഉണ്ടായിരുന്നു. അതിൽ മുഖ്യമായും കൃഷ്ണറാവു, ദത്താത്രേയ റാവു, ശ്രീധർ ഷണായി, വസന്തറാവു, നമ്മുടെ ശങ്കരമല്ലർ തുടങ്ങിയ ഭട്ട് ബ്രദേഴ്സിൻ്റെ രാഘവ് ഭട്ട്, വേദവ്യാസ ഭട്ട് എന്നിവർ പ്രമുഖ നിലയിലുണ്ടായിരുന്നു വ്യാപാരം ചെയ്യാൻ. 1950 കാലഘട്ടത്തിൽ കേരളത്തിൽ തന്നെ ആദ്യമായി സ്വർണ്ണ വ്യാപാരികളുടെ സംഘടന എച്ച് മഞ്ജുനാഥ റാവുവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി. അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത് വെങ്കടേഷ് നായക്, മോഹൻദാസും നമ്മുടെ ശ്രീധർ ഷണയുമായിരുന്നു. 1970-2000 കാലഘട്ടത്തിൽ ഗൗഡ സാരസ്വത് ബ്രാഹ്മണയുടെ സ്വർണ്ണ വ്യാപാര മേഖലയിലെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. ഇപ്പോൾ 2024-ലും പുതുതലമുറ നല്ല രീതിയിൽ വ്യാപാരം നടത്തി വരുന്നു. ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ട 2 സുപ്രധാന സാംസ്കാരിക സംരംഭങ്ങളായിരുന്നു ഗണപത് സ്കൂളും രാധ പിക്ചർ പാലസും. വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന കാൽവെപ്പായ ഗണപത് സ്കൂൾ സ്ഥാപിച്ചത്
ശ്രീ ഗണപത് റാവു ആയിരുന്നു. ചലച്ചിത്രാസ്വാദകർക്കായി തുറന്നുകൊടുത്ത രാധ പിക്ചർ പാലസ് സ്ഥാപിച്ചതാകട്ടെ ശ്രീ UB ദത്തും. Our community, the Gaud Saraswat Brahmin community, is a very minuscule community, is a minority community, but has left its mark in fields like politics, business, entrepreneurship, legal, and a lot of fields. TFI was a former union minister in the 60s. Mr. Kamath of ICICI Bank is again from our community, and lot more of our people are in various fields contributing to the growth of our nation as such. When it comes to Calicut, we were predominantly into business. We were into gold business, pioneers in gold business. We were into textile. We were into timber business, food grains, and it goes. The prominent families in Calicut, like the Venkatesh Naik family, Das Naik family, Mulki Kamath family, Prabhu family, Mukundapai family, all of them have contributed in different ways for the growth of our community welfare in Calicut. D. രാമനാഥ റാവുവിന്റെ സംഘാടനത്തിൽ 1930 സാമൂഹ്യ സേവനാർത്ഥം ഒരു യുവജന സംഘടനയ്ക്ക് തുടക്കമിട്ടിരുന്നുവെങ്കിലും അതിനേറെ കാലം മുന്നോട്ടു പോവാൻ സാധിച്ചില്ല. എന്നാൽ 1973 ഫെബ്രുവരി 13 നടന്ന കെ ദാസ് നായിക് ജന്മശതാബ്ദിയുടെ വൻ വിജയമാണ് സംയുക്ത ഗൗഡ സാരസ്വത ബ്രാഹ്മണ സഭയുടെ പിറവിയിലേക്ക് പ്രചോദനമായി പ്രവർത്തിച്ചത്. 19ാം നൂറ്റാണ്ടിൽ ഗോവയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പലായനം ചെയ്തു വന്ന ചുരുക്കം ചില കുടുംബങ്ങളിലൊന്നാണ് ശ്രീ ദാസ് നായിക്കിൻ്റെത്. ഭജനപ്രിയനായ ശ്രീ ദാസ് നായിക്കിൻ്റെ ജന്മശതാബ്ദി 1973 കോഴിക്കോട്ട് വെച്ച് നടത്തുവാൻ അദ്ദേഹത്തിൻ്റെ അനന്തിരവന്മാരും കോഴിക്കോട്ടെ എല്ലാ ഗൗഡ സാരസ്വത കുടുംബങ്ങളും ഒത്തുചേർന്നു. അതിൻ്റെ ആഘോഷം വളരെ വിജയകരമാവുകയും അതിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും ഉന്മേഷവും ആർജവവും കണ്ടതിനു ശേഷം അവിടെ പൊട്ടിമുളച്ചതാണ് ഈ കോഴിക്കോട്ട് ഗൗഡ സാരസ്വത് കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനം വേണമെന്ന ആശയം. അതിൻ്റെ പരിണാമമാണ് ഇന്ന് നിങ്ങളിവിടെ കാണുന്ന സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സംയുക്ത ഗൗഡ സാരസ്വത സഭ. വാരണാസിയിലെ ശ്രീ കാശിമഠം അധിപൻ ശ്രീമദ് സുധീന്ദ്ര തീർത്ഥ സ്വാമികളുടെ അനുഗ്രഹോപദേശങ്ങളെ തുടർന്ന് സഭയുടെ ലക്ഷ്യപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കാൻ യുവജന വിഭാഗവും വനിതാ വിഭാഗവും രൂപീകരിച്ചു. നമ്മുടെ ആത്മീയ ഗുരുവായ ശ്രീമദ് സുധീന്ദ്ര തീർത്ഥ സ്വാമിജിയെ കുറിച്ചും കോഴിക്കോട് വെസ്റ്റിൽ ചുങ്കത്ത് സ്ഥിതി ചെയ്യുന്ന കാശിമഠത്തെ പറ്റിയും 2 വാക്കുകൾ സംസാരിക്കുകയാണ്. സഭയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും നമ്മുടെ സ്വാമിജിക്ക് സമുദായ അംഗങ്ങളെ ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു ഇത് സ്വാമിജിക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഇവിടെയുള്ള കാശിമഠം നമ്മുടെ കോഴിക്കോടുള്ള ബഡ് ബ്രദേഴ്സ് കുടുംബാംഗങ്ങൾ നിർമ്മിച്ച് നൽകി തന്നതാണ്. അതുകൊണ്ട് കോഴിക്കോടുള്ള സമാജബാന്ധവർക്ക് ഒത്തുചേരാനും പ്രാർത്ഥിക്കുവാനും ഒരു മഹാ സൗഭാഗ്യമുണ്ടായി. 1974 രൂപീകൃതമായ സംയുക്ത ഗൗഡ സാരസ്വത സഭ അഥവാ SGS സഭ അതിൻ്റെ ആദ്യ 5 വർഷത്തിനകം തന്നെ 1979 അതിൻ്റെ മൗത്ത് പീസായ മാസിക സാരസ്വത വാണിയുടെ പ്രഥമ പതിപ്പ് പ്രകാശനം നിർവഹിച്ചു. അതേ വർഷം തന്നെ സഭയുടെ പോഷക ഘടകമായ വിദ്യാർത്ഥി വിഭാഗിൻ്റെ രൂപീകരണവും ആ വർഷം തന്നെ നിർവഹിക്കുകയുണ്ടായി. 79 ശേഷം പിന്നീട് 96 മംഗലാപുരത്ത് നടന്ന പ്രഥമ വിശ്വ കൊങ്കണി സമ്മേളനത്തോടനുബന്ധിച്ച് വന്ന ബൗണ്ടി എന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വൻ വരവേൽപ്പാണ് കോഴിക്കോട്ടെ ഗൗഡ സാരസ്വതരും കൊങ്കണി സമൂഹവും നൽകിയത്. 1999 സഭയുടെ രജത ജൂബിലി ആഘോഷം
എച്ച് വെങ്കടേഷ് നാഗ് നഗറിൽ വളരെ വിപുലമായ രൂപത്തിൽ തന്നെ ത്രിദിന പരിപാടികളായിട്ട് കായിക മത്സരങ്ങളും കലാമത്സരങ്ങളും മറ്റും നടത്തി വിപുലമായി തന്നെ ആഘോഷിക്കുകയുണ്ടായി. അതിനുശേഷം 2004 ഓൾ ഇന്ത്യ കൊങ്കണി പരിഷത്തിൻ്റെ അഖിലേന്ത്യാ കൊങ്കണി സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുകയുണ്ടായി. വത്സല മഞ്ജുനാഥ് റാവു നഗറിലാണ് ആ സമ്മേളനം നടന്നത്. ഏകദേശം 1000-ലധികം പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു ഈ അഖിലേന്ത്യാ തലത്തിലുള്ള കൊങ്കണി സമ്മേളനം. അതിനുശേഷം അതേ വർഷം 2004 സിൽവർ ജൂബിലി, സാരസ്വതവാണിയുടെ സിൽവർ ജൂബിലി, രജത ജൂബിലി, സാരസ്വതവാണി രജത ജൂബിലിയും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ രജത ജൂബിലിയും ഒരുമിച്ച് നടത്താനുള്ള ഭാഗ്യം കോഴിക്കോട്ടെ HGS സഭയ്ക്കുണ്ടായി. അതിൽ സർവോത്തം മല്യ നഗറിലാണ്, അതും ത്രിദിന പരിപാടികളിലൂടെയാണ് ഗംഭീരമായിട്ട് ആഘോഷിച്ചത്. അതിനുശേഷം 2015 ഓൾ ഇന്ത്യ കൊങ്കണി പരിഷത്തിൻ്റെ അഖിലേന്ത്യാ സാഹിത്യ സമ്മേളനം കാലിക്കറ്റിന് ലഭിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് ഇതേപോലെ തന്നെ ത്രിദിന പരിപാടിയായിട്ട് കൊങ്കണി സമ്മേളനം, സാഹിത്യ സമ്മേളനം നടക്കുകയുണ്ടായി. അതിൽ സഭയുടെ ഫൗണ്ടർ സെക്രട്ടറി ആയിരുന്ന ശ്രീ രാജഗോപാൽ എസ് റാവുയുടെ നാമധേയത്തിലാണ് അന്നത്തെ സ്റ്റേജ് അറിഞ്ഞപ്പെട്ടിരുന്നത്. ശ്രീ വിട്ടൽദാസ് ഷേണായ്, ഡോക്ടർ ഗണപതി റാവു, ശ്രീ ജനാർദ്ദൻ നായിക്, ശ്രീ ചന്ദ്രശേഖർ നായിക് എന്നിവരായിരുന്നു സഭയുടെ നേതൃത്വം വഹിച്ചിരുന്നത്. സഭയുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കാലഘട്ടം 1994-2000 കാലഘട്ടത്തിൽ ശ്രീ സുരേന്ദ്ര റാവു അധ്യക്ഷനായും ശ്രീ വാമൻ ഭട്ട് സെക്രട്ടറിയുമായിരുന്ന അവസരത്തിലാണ് ഉണ്ടായത്. ഈ അവസരത്തിൽ സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്ന 2 വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ഈ അവസരത്തിൽ 1999 സഭയുടെ സിൽവർ ജൂബിലി വളരെ കേമമായിട്ട് സാമൂതിരി സ്കൂളിൽ വെച്ച് ആഘോഷിച്ചു. അതിനുശേഷം വന്ന ടീമായിരുന്ന 2000-2002 ശ്രീ സന്തോഷ് പൈ, വാമൻ ഭട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി. ഈ അവസരത്തിലാണ് സഭയ്ക്ക് സ്വന്തമായ ഒരു കെട്ടിടം വേണമെന്ന ആശയം ഉദിച്ചത്. ഈ സ്വപ്നം 2008 കച്ചേരിക്കുന്നിലുള്ള സാരസ്വത് ഭവൻ്റെ നിർമ്മാണത്തോടുകൂടി സഫലീകൃതമായി. ഈ അവസരത്തിൽ പ്രസിഡൻ്റായി ഉണ്ടായിരുന്ന ശ്രീ നിത്യാനന്ദ് കമ്മത്തും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ SD ഷേണായിയും നടത്തിയ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായാണ് കച്ചേരിക്കുന്നിലെ ഈ സാരസ്വത് ഭവൻ യാഥാർത്ഥ്യമായത്. ഇതിലേക്കായിട്ട് ശ്രീ സുരേന്ദ്ര റാവു അദ്ദേഹത്തിൻ്റെ 27 സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകുകയും അതിൽ സഭാംഗങ്ങളുടെ സംഭാവന കൂടി ചേർത്ത് ഈ ബിൽഡിങ്ങിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. 2008 ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ശ്രീ മോഹൻദാസ് നായിക് നിർവഹിച്ചു. സാമൂഹിക സേവനങ്ങളെ പറ്റി പറയുമ്പോൾ പപ്പേട്ടൻ എന്ന വിളിപ്പേരിൽ ഞങ്ങളെല്ലാവരും ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്തിരുന്ന നളിനാക്ഷമല്ലരെ പറ്റി 2 വാക്കുകൾ പറയാതെ സാധ്യമല്ല. കാരണം 70കളിലും 80കളിലുമുള്ള എന്നെപ്പോലത്തെ ഒരു തലമുറയെ തന്നെ ഈ സാമൂഹിക സേവന രംഗത്തേക്ക് വാർത്തെടുത്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എവിടെ ഞങ്ങളുടെ സമാജാംഗങ്ങളുടെ വീടുകളിൽ മരണാനന്തര ചടങ്ങുകളിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ വിവാഹം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മുൻപന്തിയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരും പ്രചോദിപ്പിച്ച് ഞങ്ങളെല്ലാവരും ഈ സാമൂഹിക സേവന രംഗത്തേക്ക് നയിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് ഞങ്ങളെല്ലാവരും എന്തെങ്കിലും സാമൂഹിക സേവനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മാതൃകയായിട്ടാണ് ഞങ്ങളുടെ തലമുറ മുഴുവൻ കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ മറന്ന് ഒന്നും, കാരണം ഞങ്ങളുടെ സഭയുടെ ആകപ്പാടിയുള്ള ഒരു സംഭവം സാമൂഹിക സേവനമാണ്. ഞങ്ങൾക്ക് ശ്മശാനത്തിൽ ശവസംസ്കാര ചടങ്ങ് കഴിയുന്നത് വരെ അദ്ദേഹമായിരുന്നു ഞങ്ങളെ നയിച്ചിരുന്നത്. 5 തവണയായി 7 വർഷക്കാലം HGS സഭയുടെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ അതീവ കൃതാർത്ഥനാണ്. ഈ കാലഘട്ടത്തിൽ സഭയുടെ ഭരണഘടന കാലാനുസൃതമായി ഭേദഗതി ചെയ്തതും അംഗങ്ങൾക്ക് സൗജന്യമായി സ്റ്റാളുകൾ നടത്തി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുവാനും ആനന്ദിച്ച് ഉത്സാഹിക്കുവാനുമായി സഭയുടെ ആസ്ഥാന മന്ദിരത്തിൽ വർഷത്തിൽ ഒരു ദിവസം ആഘോഷം നടത്തി തുടങ്ങിയതും കൃതാർത്ഥതയോടെ ഓർമ്മിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അംഗങ്ങൾക്ക് സഹായം എത്തിക്കാനായി ഫാമിലി വെൽഫെയർ ഫണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി തുടക്കമിട്ടതും പ്രസ്തുത കാലഘട്ടത്തിലായിരുന്നു.
സഭയുടെ 50ാമത്തെ വാർഷികത്തിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ സാധിച്ചത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടെന്ന് വിശ്വസിക്കുന്നു. നിതാന്ത ജാഗ്രതയോടെ പരിപാലിച്ചു പോരുന്ന സ്വകീയാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സാംസ്കാരിക തെളിമയോടെ നിലനിർത്തുവാനും അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും ശ്രീ പാണ്ഡുരംഗ മണ്ഡപത്തിൽ വെച്ചു നടന്ന ശ്രാവണ പൂർണിമയുടെ ഉപകർമ്മ ഹോമത്തിൽ പങ്കുചേർന്ന വിജയദശമി കൊണ്ടാടുകയും ചെയ്തു. സാമൂഹിക മണ്ഡലത്തിൽ നിർധന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായവും തുടക്കമിട്ടു. 1942 എൻ്റെ മുത്തച്ഛൻ എച്ച് വെങ്കടേഷ് നായക് ആണ് ഈ പാണ്ഡുരംഗ ട്രസ്റ്റ് എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നത്. തുടർന്ന് 1969 ഈ പാണ്ഡുരംഗ് മന്ദിർ കാശിമഠാധിപതി ശ്രീമദ് സുധീന്ദ്രനാഥ് സ്വാമികളെ ഹസ്തങ്ങളാൽ ഇത് പ്രതിഷ്ഠിക്കുക ചെയ്യപ്പെട്ടു. ഈ സഭയുടെ 50ാം വാർഷിക ആഘോഷിക്കുന്ന വേളയിൽ കഴിഞ്ഞ 50 വർഷം 5 പതിറ്റാണ്ടുകൾ സമാജബാന്ധവർക്ക് എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു വേദിയായിട്ട് ഈ സംഗമഭൂമിയായിട്ട് മാറി. ഈ സംഗമഭൂമിയിൽ സഭയുടെ നവരാത്രി ആയിക്കോട്ടെ, ദീപാവലി ആയിക്കോട്ടെ, സാമൂഹിക സത്യനാളവ്രതമായിക്കോട്ടെ എല്ലാം ഇവിടെ നടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ട്രസ്റ്റ്. ഇവിടെ നടന്ന സേവനങ്ങളും സമുദായാംഗങ്ങൾക്കിടയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വിവാഹങ്ങൾ പോലും ഈ ഹാളിൽ സൗജന്യമായി നൽകി പോകുന്നു. അതേ പൈതൃകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ വെങ്കടേഷ് നായക് മോഹൻദാസും തുടർന്ന് കാലശ്രീ ശ്രീ രാജീവ് മോഹൻദാസ് നായക് തുടർന്നു പോകുന്നു. പിൽക്കാലത്ത് 2009 ജയഗുരുദേവ് ട്രസ്റ്റ് സ്ഥാപിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കവളിമഠാധിപതി ശ്രീമദ് ശിവാനന്ദ സരസ്വതി സ്വാമി അനുഗ്രഹാശം നൽകുകയും അത് ചാരിറ്റബിൾ ട്രസ്റ്റിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപകാരം ചെയ്തു പോകുന്നു. ഇന്ന് അതിൻ്റെ ട്രസ്റ്റിൻ്റെ പിതാവ് ശ്രീ വെങ്കടേഷ് നായക് രാംദാസ് ആണ്. ഇത് അജിത് ഗോപിനാഥൻ തുറന്നു നോക്കുന്നുണ്ട് ട്രസ്റ്റ്. ആ തുടക്കം ഒരു വെളിച്ചത്തിൻ്റെതായിരുന്നു. ചുറ്റുവിളക്കിന്റെ പൊൻകാന്തി പകരുന്ന വലിയൊരു പൈതൃകത്തിന്റെ ഉന്നതമായൊരു സംസ്കൃതിയുടെ സാമൂഹിക അവബോധത്തിന്റെ സംശുദ്ധ വെളിച്ചം. ആ വെളിച്ചത്തിന്റെ തുടർച്ച ഇന്നും അഭംഗുരം തുടരുന്നു, തികഞ്ഞ ആധ്യാത്മിക നിറവോടെ. Big round of applause for our Honorable Governor. He has honored us with his presence here. We have amongst us MLA Sri Thotathil Ravindran sir. Please give them a big round of applause. We welcome you all, sir. I request everyone to please stand up for the national anthem. Janagana mana adhinayaka jaya he Bharat bhagya vidhata Punjab Sindh Gujarat Maratha Dravida Utkala Vanga Vindhya Himachala Yamuna Ganga Uchchala Jaladhi Taranga तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे We will begin our program with the welcome address by Sri U. Gokuldas Mallar, Secretary, SGS Sabha. സംയുക്ത ഗൗഡസാരസ്വ സഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ വേദിയിൽ ഉപവിഷ്ടനായ ആരാധ്യനായ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള അവർകളെ, കോഴിക്കോട് നോർത്ത് MLA ബഹുമാന്യനായ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ അവർകളെ, സഭയുടെ ആരാധ്യനായ അധ്യക്ഷൻ ഡോക്ടർ GR ജയകുമാർ അവർകളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന സഭാംഗങ്ങളെ, സഭാ കുടുംബാംഗങ്ങളെ, നമസ്കാരം. 1974 ഫെബ്രുവരി 17 കോഴിക്കോട് ശ്രീ സുകൃതീന്ദ്ര കലാമന്ദിരത്തിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അംഗങ്ങളുടെ നേതൃത്വത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെ ഫലമായാണ് ഇത് സാധ്യമായത്.
അംഗങ്ങളുടെ സമഗ്രമായ ക്ഷേമത്തിനു വേണ്ടിയാണ് സഭ നിലകൊള്ളുന്നത്. അതാണ് എക്കാലത്തും സഭയ്ക്ക് നിറവേറ്റാനുള്ള ദൗത്യം. ആ ധന്യമായ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ ജയകുമാർ, സ്വാഗത പ്രഭാഷണം നടത്തിയ ഗോകുൽദാസ് മല്ലർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ MLA തോട്ടത്തിൽ രവീന്ദ്രൻ അവറുകളെ, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അധ്യക്ഷൻ കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്ത് നിത്യാനന്ദ കമ്മത്ത്, സന്തോഷ് പൈ, പ്രഥമ പൗരനാണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റാണ്. ഒരുപക്ഷെ ഈ സമൂഹത്തോടുള്ള ബന്ധം കൊണ്ടാവാം ഞാൻ ഗവർണറായി ചുമതല ഏറ്റ ശേഷം അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ആദ്യം കൊടുത്ത നിർദ്ദേശം കൊങ്കണി ലാംഗ്വേജിൻ്റെ സെൻറ്റർ കേരളത്തിലും മംഗലാപുരത്തും തുടങ്ങണമെന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി എറണാകുളത്ത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സഹോദര സ്ഥാപനം അവിടെയുള്ളവർ സ്ഥലം തന്നു, എല്ലാം തന്നു. ഒരു ടെക്നിക്കൽ കാരണം കൊണ്ട് ഇപ്പോഴും അത് പൂർണ്ണമായി അതിൻ്റെ അവസ്ഥയിലേക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. UGC പറയുന്നു ഗോവ സ്റ്റേറ്റിലുള്ള ഒരു യൂണിവേഴ്സിറ്റി അതിൻ്റെ മറ്റൊരു സ്ഥാപനം മറ്റൊരു സംസ്ഥാനത്ത് പാടില്ല എന്നുള്ള ഒരു കോടതി വിധിയും നിയമവുമൊക്കെ ഉണ്ട്, അതുകൊണ്ട് പാടില്ലെന്നാണ്. ഞാനൊരു അഭിഭാഷകനായി ഒരുപാട് നിയമലംഘകരുടെ കേസ് നടത്തിയ ആളായതുകൊണ്ട് ഞാൻ VC അടുത്ത ദിവസവും പറയുകയുണ്ടായി, എന്തായാലും നിങ്ങൾ തുടങ്ങണം, ഞാനങ്ങ് ഒപ്പിട്ട് തരാം. നിയമം ലംഘിക്കാൻ ഞാൻ ഗവർണർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, ഇത് യാഥാർത്ഥ്യമാക്കണം, എൻ്റെ ആഗ്രഹമാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ള വസ്തുതയും ഞാനിവിടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ഈ സമുദായത്തിൻ്റെ ചരിത്രം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ചോദിച്ചോ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഗോപാൽ മല്ലർ. ഞാൻ ഒട്ടേറെ പുസ്തകം എഴുതിയെന്നൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും പുസ്തകം എഴുതിയാൽ ഗോപാൽ മല്ലറെ ഒന്ന് കാണിച്ചാൽ അല്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ടെക്നിക്കൽ ഉണ്ടെങ്കിൽ ഗോപാല മല്ലറാണ് ആ രംഗത്ത് കോഴിക്കോട്ട് ഏറ്റവും ആശ്രയിക്കാവുന്ന ആൾ, ആധികാരികമായി ചെയ്യാവുന്ന ആളെന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പം അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. കാശി മഠത്തിൻ്റെ കേസും ഞാൻ ഗവർണറായി പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ എൻ്റെ അടുത്തായിരുന്നു. അത് ഷേണായിജി അദ്ദേഹത്തിൻ്റെ മകനിവിടെ സന്നിധനായിട്ടുണ്ട്. അവസാനം ഞാൻ പോയ ശേഷമാണെങ്കിലും എൻ്റെ വക്കീൽ ഓഫീസിലെ കുട്ടികൾ ആ കേസ് നടത്തി നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാക്കാൻ സാധിച്ചതുമൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്താണ് ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒന്ന് അധ്വാനശീലരുടെ സമൂഹമാണ്. ഈ സമൂഹത്തിൽ
കഴിയുന്നത്ര ജോലി ചെയ്ത്, പഞ്ചാബികളെ കണ്ടാൽ അവരുടെ ഒരു പ്രത്യേകത അതാണ്. പഞ്ചാബിൽ ഒരൊറ്റ സിഖുകാരനും ആരുടെ മുമ്പിൽ കൈനീട്ടാറില്ല. അവർ അധ്വാനിച്ച് ജീവിക്കുന്നതിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. ഒരു വലിയ അളവോളം ഇവിടെ സംയുക്ത ഗൗഡ സരസ്വത സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആളുകളും അങ്ങോട്ട് കൊടുക്കുന്നവരുടേതാണ്, അധ്വാനിക്കുന്നവരുടേതാണ്. അതിനൊക്കെ അപ്പുറത്ത് സ്വന്തം സംസ്കാരത്തെയും ഈ നാടിൻ്റെ പൈതൃകത്വത്തെയും ഈ നാടിൻ്റെ ദേശീയതയെയും ഉയർത്തിപ്പിടിക്കാൻ അത്യുത്സാഹം കാണിക്കുന്നവരുടെ ആ ചരിത്രത്തെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കൂടുതലായി സാധിക്കട്ടെ. ഗോവ രാജ്ഭവൻ അങ്ങനെയുള്ള ശ്രമങ്ങൾ, പുസ്തകം പ്രസിദ്ധീകരിക്കാനോ എന്തെങ്കിലും ശ്രമം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, ഇവിടെ സെൻറ്റർ ഉണ്ട് തുടങ്ങുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞ സാങ്കേതികത്വം ഉണ്ട്, പക്ഷെ തുടങ്ങാൻ തയ്യാർ നിങ്ങളുണ്ടെങ്കിൽ അതിലും ഞാൻ ഗവർണറായിരിക്കുമ്പോൾ എൻ്റെ പൂർണ്ണമായ പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. On this occasion, we would like to request the Governor to honor 3 members of our Sabha who have strived relentlessly and tirelessly worked for the growth of our Sabha over the period of 50 years. First, we have Srimati Sumati U. Pai, our beloved Subhadraka. തലശ്ശേരിയിൽ ഉമാനാഥ് ആൻഡ് പത്മാവതി മല്ലരുടെ മകളായി ജനിച്ച സുഭദ്രക്ക ഉമാനാഥ് പയ്യെ വിവാഹം കഴിച്ച് പയ്യന്നൂരിൽ താമസമാക്കി. 84-ൽ GSB വനിതാ വിഭാഗ് സ്ഥാപനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്ഥാപക പ്രസിഡന്റായ ഇവർ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറിയ ശേഷം ഇവർക്ക് 3 മക്കളുണ്ടായി. വിദ്യാമലയ, സുനിൽ പൈ, വിനയ പൈ എന്നിവർ. കോഴിക്കോട് SGS സഭയോട് വനിതാ വിഭാഗ് ജോയിന്റ് സെക്രട്ടറിയായി 5 വർഷങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സഭാപ്രവർത്തനങ്ങളിലൂടെ അംഗങ്ങളുടെ ഉന്നമനത്തിനായും പ്രവർത്തിച്ചു. ഒരുപാട് വർഷങ്ങളായി ശ്രീ കാശിമഠത്തിൻ്റെ വനിതാ വിഭാഗ് ഭാരവാഹിയായി പ്രവർത്തിച്ചു വരുന്നു. GSB സംസ്കാര സംരക്ഷണത്തിനും പാരമ്പര്യങ്ങളായ ചടങ്ങുകൾ നിലകൊണ്ടു പോകാനുള്ള അനിവാര്യത സ്ത്രീകളുടെ ഇടയിൽ ഉണർത്താൻ ഇവർ കഠിനമായി പ്രവർത്തിച്ചു. അടുത്തതായി ശ്രീ യു പ്രവീൺ മല്ലർ. ഉമാനാഥ് ആൻഡ് പത്മാവതി മല്ലറുടെ മകനായി കോഴിക്കോട് ജനിച്ച യു പ്രവീൺ മല്ലർ ചാലപ്പുറം അച്യുതൻ സ്കൂളിലും തളി സാമൂതിരി സ്കൂളിലും പഠനം നടത്തി. അദ്ദേഹം സഭയുടെ ലൈഫ് മെമ്പർ എന്ന നിലയിൽ വർഷങ്ങളായി സഭയുടെ എല്ലാവിധ തലങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചുകൊണ്ട് ഇദ്ദേഹം സംയുക്ത ഗൗഡ സാരസ്വത് സഭയുടെ സേവനങ്ങളിൽ നിരന്തരമായ സംഭാവന നൽകി വരുന്നു. പുതിയ പാലത്തുള്ള ശാന്തിവനം എന്ന സമാജ ശ്മശാനത്തിൻ്റെ ചുമതലയും നിലനിൽപ്പും 1987 മുതൽ സ്വമേധയാ അനുഷ്ഠിച്ചു വരുന്നു. അടുത്തതായി ശ്രീ ഡി ശാന്താറാം നായക്. ദേവദാസ് റാവു പ്രേമ എന്നിവരുടെ മകനായ ശ്രീ ശാന്താറാം നായക് ദാസ് നായക് കുടുംബാംഗമാണ്. 11-ാം വയസ്സിൽ സമാജ് സേവ തുടങ്ങിയ അദ്ദേഹം സഭയുടെ ഔദ്യോഗിക മൗത്ത് പീസ് ആയ സാരസ്വത് വാണിയുടെ എഡിറ്ററായി ഇപ്പോൾ സ്ഥാനം വഹിക്കുന്നു. മാസികയുടെ ആദ്യകാലങ്ങളിൽ ശ്രീ അശോക്, ശ്രീ മാധവ് നായക് എന്നിവർക്കൊപ്പം സൈക്കിളിൽ പതിപ്പുകൾ മുടങ്ങാതെ വീടുകളിൽ എത്തിക്കുമായിരുന്നു. കലാരംഗത്ത് നാടകങ്ങളിലും പല വേദികളിലും ഓർക്കസ്ട്രയുടെ ഭാഗമായും പ്രവർത്തിച്ചിരുന്നു. സഭയുടെ 14, 16, 16, 18 എന്നീ കാലഘട്ടത്തിൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. 30 കൊല്ലമായി സാരസ്വത് വാണി മുടങ്ങാതെ പ്രകാശനം ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലും നിർണായക പങ്കുവഹിച്ചു.
Now I request our President, Sri G.R. Jayakumar, to honor the Honorable Governor. Please put your hands together. Sri Dr. G.R. Jayakumar honoring the Governor of Goa, Sri Sridharan Pilla sir. സുപരിചിതനായ ഞങ്ങളുടെ MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സാർ 2 വാക്കുകൾ സംസാരിക്കാനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള അവർകളെ, അധ്യക്ഷൻ ഡോക്ടർ G.R. ജയകുമാർ, സെക്രട്ടറി ശ്രീ ഗോകുൽദാസ് മല്ലർ, ശ്രീ നിത്യാനന്ദ കമ്മത്ത്, CAG സന്തോഷ് ഭായ്. അപ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും നിരവധി പ്രഗത്ഭരായിട്ടുള്ള വക്കീൽമാരുണ്ട്. ജസ്റ്റിസ് നഗരേഷ്, അദ്ദേഹം നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഒരുപാട് ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും നല്ല പ്രാഗൽഭ്യം തെളിയിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ സമൂഹം. കോഴിക്കോട് ഏകദേശം 250-ലധികം കുടുംബങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നല്ല നിലയിൽ ഇവിടെ ഇടപെട്ടുള്ള എല്ലാ കാര്യത്തിലും എല്ലാ വിഭാഗക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. നിങ്ങളോട് അല്പനേരമെങ്കിലും ചിലവഴിക്കാൻ കഴിഞ്ഞില്ല. കാരണം സമുദായം കൊണ്ടൊന്നല്ലെങ്കിലും നിങ്ങളുടെ ഒരു സഹയാത്രികനാണ് ഞാൻ. നമ്മുടെ പയ്യൊക്കെ എൻ്റെ ഒരു പഴയ കാലത്തെ അറിയപ്പെടുന്ന നമ്മളെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പ്രഗത്ഭനായിട്ടുള്ള ഒട്ടേറെ പേര് നമ്മളെ ഷേണായി ഉണ്ടായിരുന്നു, SD ഷേണായി, എന്താ മകൻ അവിടെ ഇരിക്കുന്നുണ്ട്. വേദിക്കാണ് വരെ. ഹെൽം 50 years ഞങ്ങളുടെ ഒപ്പം ഹെൽമിൽ നിന്ന് ഞങ്ങളെ മുന്നോട്ടേക്ക് നയിച്ച പാസ്റ്റ് പ്രസിഡൻസ് ആൻഡ് സെക്രട്ടറീസിനെ ഇന്ന് ഞങ്ങൾ ആദരിക്കുകയാണ്. Sri Thotathil Ravindran sir, I request you to honor our past presidents and secretaries. Sri N. Vittaldas Shennai. He was the president for the duration of 89 to 91, secretary of SGS Sabha between 78 and 81. He was the editor of Saraswat Vani 79 to 81 and 82 to 86. Next, Sri V. Chandrasekhar Naik. He was the president of the Sabha between 91 and 92, secretary of the Sabha in 88, 89 and again in 90 and 91. Sri V. Chandrasekhar Naik.
അടുത്തതായി Dr. G. Ganpat Rao. He was the president during 93-94. Dr. G. Ganpat Rao, president of Sabha during 93-94. President of the Sabha 2000-2005, CA G. Santosh Pai. He was the editor of Saraswatwani in 94-96. Sri J. Ramesh Kamath, who was the president between 2010 and 2018. Next, we would like to honor Sri M. Krishnanand Kamath, who was the president of the Sabha during 2018-2021. Our current president, who was also the president of the Sabha in 2021-23, Dr. G.R. Jayakumar. He is the current president of the Sabha. Next, we honor our former secretaries, Sri Babu Raghutam, he is not present here. Next, we have Sri R. Jagadish Prabhu. He was the secretary of the Sabha between 1989 and 1990. Sri R. Jagadish Prabhu, former secretary of SGS Sabha. അടുത്തതായി Sri S. Ashok Naik. He was the secretary of the Sabha during 92-93. He was the secretary of Vidyarthi Vibhag in 79-82 and the editor of Saraswatwani during the term 93-94. Sri S. Ashok Naik. Next, Sri J. Anil Naik. He was a secretary of the Sabha during 94-95 and he was a secretary of Vidyarthi Vibhag during 1983-87. Sri J. Anil Naik. Next, we have Arun Ramdas Naik, who was the secretary of the Sabha during 2006-2007. He was the president of Yuvak Vibhag 2001-2002, secretary of Yuvak Vibhag in 2000-2001 and secretary of Vidyarthi Vibhag in 1996-97. Next, we honor Sri D. Sudhakar Baliga. He was the secretary of the Sabha in 2007-2008, 2009 and 2010.
Next, we honor Sri U. Gokuldas Mallar, who was a secretary in 2008, 9, 10 to 14 and 2021 to 23. Next, we honor Sri D. Shantaram Naik, who was a secretary between 2014 and 18. He was a secretary of Yuvak Vibhag in 82-83, and he was and still continues to be the editor of Saraswat Vani. We'll go to the next person. Sri G. Prabhakar Kamath, who was a secretary between 2018 and 2021. G. Prabhakar Naik, Kamath. Sri G. Prabhakar Kamath. Sri D. Shantaram Naik. He was a secretary in 2014 and 18, secretary of Yuvak Vibhag in 1982-83, and still continues to be the editor of Saraswat Vani. We would like to honor Sri V. Chandrasekhar Naik. He was the president during 91-92 and the secretary during 88-89 and 90-91. Dr. G. Ganpat Rao, he was a president in 93-94. Sri Arun Mallar, he was a vice president of the Sabha during 2003-2005. President of the Sabha during 2003-2005. Sri S. Sarvottam Prabhu, Joint Secretary 2023-25. Finally, Sri S. Devanand Rao, Treasurer of Samyukta Gauda Saraswat Sabha during the period 2023 to 25.
I request Sri Arun Malar, Vice President, to honor Sri Thotathil Ravindran. Respected members of the Gauda Saraswat Sabha and everyone who are sitting on the dais, off the dais, Tunga Saktange Mikal Namaskaru. It is a great moment to stand before you as the President of SGS Sabha on the occasion of 50 years of existence. Our forefathers came and settled here long back, traceable to 18th century. Our early settlers, as you had seen in the video, were in Dasnai compound, Kamati Madam and Sorga Madam. H. Manjunatha Rao being the founder president of our Sabha and was also the first mayor of Calicut. And we had legends like Venkatesh Naik Mohandas, Kotacheri Bros, Govinda Prabhu, N.C. Shenai, Yashdi Shenai, who had left us. Compared to the population of Calicut, we are a tiny minuscule of population of Calicut, which is nearly just 0.1%. Being a linguistic minority, we follow our own unique tradition, customs, and our own language. And today we were fortunate to have our Honorable Goa Governor, who had just left us after his speech, Sri Sridharan Pillai, and who is the head of the state, whose language is the same as our own, that is Konkani. Our community is now fully integrated with local people of Calicut, mingling with local customs, traditions, and language. Our Sabha, which was formed way back in 1974, was formed with the sole objective of preserving our tradition, language, customs, and of being helpful to the poorer section of our own community and also to other people of Calicut region. We give financial support, marriage aid, cremation aid, educational support, and everything what we can for the people who need it. And every year we have our own traditional religious custom and celebrations also. Now, we have reached a major milestone of 50 years of establishing our Sabha and hope to be of help to more and more people of our own community and also to the people of Calicut as a whole. And I request all the members to actively participate and support us in our endeavor. Thank you. Jai Hind. Dev Tunga Saktangi Barain Koro. We have a felicitation session next. I request Sri Nityanand Kamath, former President SGS Sabha, President Malabar Chamber of Commerce, MD ACE Group of Companies, to speak a few words. President Dr. Jayakumar, Goa Governor Sri P.S. Sridharan Pillai, and MLA Thotathil Ravindran in absentia, other dignitaries on the dais of the dais. Over the last 1 hour, we have been taken through a mesmerizing journey of where we all started from and what we have achieved, what we have contributed over the generations in a very short capsule. I think I should congratulate the committee for an excellent work on this presentation, and I wish we had a lot more people from Calicut who are outsiders from our community to be here to witness our history, our rich history, and to know what we had gone through over generations and what we stand for. And what we, as our governor said, how we stand for dharma, how we stand for ensuring that we work hard and live a living wherever we are, whichever part of the world, and how we go by our customs and rituals and truthfulness. I think that should be our guiding factor going forward. And this 50th year of our starting the Sabha
is very important for all of us. And this is a time to reflect on what we have achieved over the last 50 years and what we can do in the future, going forward. But I'm not standing between you and the entertainment, and it's already late. We are already half an hour late, so I won't get into details of that. It is just a customary felicitation, and I would like to thank the committee who has taken up this responsibility of celebrating our Golden Jubilee. And over the last one year, we had a number of programs culminating with this Golden Jubilee today. And we wish the committee to do many more meaningful projects for our community, and keeping in mind that we should be proud that we are GSB, from a GSB community, and we should be proud of our community, we should be proud of our heritage, and going forward trying to do whatever possible to make our community proud, our family proud, and our nation proud. Thank you very much. Jai Hind. Next, I request CA Sri Santosh Pai to speak a few words. नमस्कार समाज बांधव गवर्नर आणि MLA मुखारी मलयाळम लेवल केले मेला सांगले वेले स्पीच कट शॉर्ट कर का म्हणून सर्व जना के ये गोल्डन जुबिली वेळारी तुमका सर्व जना के धन्यवाद सांगून आमगेले चिन्नाले नाटक येतं असं कासरकोट चिन्नाले आव तुम सर्वांके एकदम धन्यवाद सांगून रब्बेता थँक यू Sarvottam Prabhu, our Joint Secretary, former President and Secretary Yuvak Vibhag, former Secretary Vidyarthi Vibhag. Hank a vote of thanks sang chapeta. Sekaranke namaskaro. Aji anga aile honorable amgele Governor of Goa PS Sridharan Pilla, the MLA Total Ravindran. Thank you first now. Thank you Sankta. तशी चांगा आज आदर केल्लाम गेले सुभद्रक्का शांताराम नाईक एंड प्रवीण मल्लर तांकां याव एक लागून मिगिल नावारी सभेल नावारी याव थँक यू सांगता तशी चांगा आयिल्ले फॉर्मर प्रेसिडेंट नित्यानंद कामत आनी संतोष पै तांकां ऑल पास्ट सेक्रेटरी प्रेसिडेंट हॉनर केले सगळ्यांक याव मिगिल नावारी सभेल नावारी थँक यू सांगता तशीच आजी हे आतां प्रोग्राम म्हाका तरी आज ते आमी केल्ले ಪ್ರೊಸೆಷನ್ ತಕ್ಕ ಸಕ್ಕ ಜನ ಸಂಜೆ ಏನು ಪಾವನು ಸಕ ಚಾ ಇಂಟ್ರೆಸ್ಟ್ ಆರಿ ಭಾಗ್ಯ ಸಕ್ಕ ಜನಕ್ಕೆ ಆವ ಮಿಗಿಲ್ ನಾವರಿ ಸಭೆಲ್ ನಾವರಿ ನಂದಿ सांगता तशीच फॉर्मर वनिता बाग अनदर परफॉर्मिंग प्रेयर सॉंग आंदू तशी ऑल कमिटी मेंबर्स सगळ्यांगेले एक हेल्प तांगे सगळे जाणांगेले एक अंतू प्रयत्न हे प्रोग्राम संजाय जाल्ला तशी सगळ्यांक कोणाके सोडून गेला जाल्यार सगळ्यांक मिगिल नावारी सभेल नावारी थँक यू सांगता नमस्कार